ഇനി നമുക്ക് ലോങ് കോളത്തിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ലോങ് കോളത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ബക്ലിംഗ് ആണ് അതിന്റെ ഫെയിലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. ബക്കിൾ ചെയ്ത് പോവുക അല്ലെങ്കിൽ ക്രിപ്പിൾ ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു ലോങ് കോളത്തിൽ അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത്തിനേക്കാൾ കുറവായിരിക്കും ബക്ലിംഗ് സ്ട്രെങ്ത്, ബക്ലിംഗ് കപ്പാസിറ്റി, അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബക്ലിംഗ് ഫെയിലിയർ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നോക്കാം. ലെങ്ത് വ്യത്യാസമുള്ള രണ്ട് കോളം എടുത്തു, സെയിം മെറ്റീരിയൽ സെയിം ക്രോസ് സെക്ഷൻ ഒക്കെയാണ്. അപ്പോൾ ലെങ്ത് കൂടുതലായിരിക്കും ആദ്യം ഫെയിൽ ആവുക അല്ലേ. നമുക്കൊരു 15 സെന്റിമീറ്ററിന്റെ സ്കെയിലും അല്ലെങ്കിൽ 1 മീറ്ററിന്റെ സ്കെയിലും എടുത്തൊന്ന് കംപ്രസ് ചെയ്ത് നോക്കുക. ഏതാണ് ആദ്യം ഫെയിൽ ആവുക? പെട്ടെന്ന് ബെൻഡ് ആവാൻ സാധ്യതയുള്ളത് വലിയ സ്കെയിലായിരിക്കും. അപ്പോൾ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ബക്ലിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വരും, ബക്ലിംഗ് റെസിസ്റ്റൻസ് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഫെയിലിയർ ആദ്യം ഉണ്ടാവുന്നത് ലെങ്ത്തിലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ബക്ലിംഗ് ഫെയിലിയർ വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ലെങ്ത് ഈ കോളത്തിന്റെ ഫെയിലിയറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലെങ്ത്. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ നോക്കാം, അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ എങ്ങനെ എഫക്റ്റ് ഉണ്ട് നോക്കാം. നമുക്കൊരു ഹിഞ്ച് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കോളത്തിനെ നോക്കാം. ഹിഞ്ച് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രഷർ ചെയ്യുന്ന സമയത്ത് ഇത് ബെൻഡാവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ബെൻഡാവാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഫ്രീ റൊട്ടേഷൻ അല്ലേ. വേറൊരു കേസ് നമുക്ക് നോക്കാം, ഒരു 2 എൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കോളം. നമ്മൾ കാൻഡിലിവർ ബീമിന്റെ കേസിലും സിംപിൾ സപ്പോർട്ടഡ് ബീമിന്റെ കേസിലൊക്കെ ബെൻഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെ കണ്ടത്? ഇവിടെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫിക്സിറ്റിന്റെ അകത്ത് കുറച്ച് സ്റ്റിഫ് ആയിരിക്കും, പിന്നെ അത് ബെൻഡ് ആവുള്ളൂ. അതേ സമയത്ത് ഒരു സിംപിൾ സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബെൻഡ് ആവുന്നല്ലേ പറഞ്ഞത്. അത് ഈ രണ്ടും ഫ്രീ ടു റൊട്ടേറ്റ് ആണ്, രണ്ട് ഹിഞ്ചിലും. അതേപോലെ ഇവിടെ ഹിഞ്ചിൽ ഉള്ളൊരു ഇങ്ങനെ ഹിഞ്ച് സപ്പോർട്ട് ആയ കോളം ഇങ്ങനെ ബെൻഡ് ആവും. അതേ സമയത്ത് ഈ രണ്ട് ഫിക്സ്ഡ് ആയ സ്ഥലത്ത് ഇവിടെ ബെൻഡ് ആവുന്നത് കുറച്ച് സ്റ്റിഫായി കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ബെൻഡ് ആവുക അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് ഈ ഒരു ലെങ്ത് ഓഫ് ദ കോളം വിച്ച് ഇസ് അണ്ടർഗോയിങ് ദിസ് ബെൻഡിങ് ഇവിടെ കുറവാണ്, ഇവിടെ ഫുൾ ലെങ്ത് ഉണ്ട്. അപ്പൊ ഈ എൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഇതിലേക്ക് ബെൻഡ് ചെയ്യപ്പെടുന്ന കോളത്തിന്റെ ലെങ്ത് വ്യത്യാസം വരുന്നു. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ അതിന്റെ ഇവിടുത്തെ ബക്ലിംഗ് ലോഡിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടുത്തെ ബക്ലിംഗ് കപ്പാസിറ്റി. ഇത് പെട്ടെന്ന് ഫെയിൽ ആവും, ഇത് അത്ര പെട്ടെന്ന് ഫെയിൽ ആവില്ല. ഇനി വേറൊരു എൻഡ് കണ്ടീഷൻ നോക്കാം. ഒരെൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഹിഞ്ചും ആണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രീ റൊട്ടേഷൻ ആയിരിക്കും, ഇവിടേക്ക് വരുമ്പോൾ അത് ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ ഇവിടെ എൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ എൻഡിന്റെ സ്ട്രക്ചറിനനുസരിച്ച് ഈ ബെൻഡിങ്ങിലേക്ക് ഇൻവോൾവ് ചെയ്യപ്പെടുന്ന കോളത്തിന്റെ ലെങ്ത്തിന് വ്യത്യാസം വരുന്നു. സോ നമുക്കിവിടെ ഒരു പുതിയൊരു ടേം വന്നു, ഈക്വിവാലന്റ് ലെങ്ത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം. ഈക്വലന്റ് ലെങ്ത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം എന്നൊരു കോൺസെപ്റ്റ് വന്നു. ദാറ്റ് മീൻസ് it is the portion of the column which is actually involving into the bending process അല്ലെങ്കിൽ buckling process. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ it is length of an equivalent column with hinge, both ends hinge. ഇവിടെ ഇഫക്റ്റീവ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇത്ര പോർഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു കോളം, ഇത്ര മാത്രം ലെങ്ത് ഉള്ള കോളം രണ്ട് സൈഡിലും ഹിഞ്ച് ആണെന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇവിടുത്തെ ഇഫക്റ്റീവ് ആയിട്ട് ലെങ്ത് ഇത്രയേ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വലന്റ് ടു എ കോളം വിത്ത് ബോത്ത് ദ എൻഡ്സ് ഹിഞ്ച്ഡ്. സോ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ലെങ്ത് ഓഫ് എൻ ഈക്വലന്റ് കോളം വിത്ത് ബോത്ത് ദ എൻഡ്സ് ഹിഞ്ച്ഡ്, അങ്ങനെയും പറയാം. അപ്പൊ നമ്മൾ 3 ഡെഫിനിഷൻ പറഞ്ഞു. ഈക്വലന്റ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോളം വിച്ച് ഇസ് ആക്ച്വലി ഇൻവോൾവിംഗ് ഇൻ ദ ബക്ലിംഗ് പ്രോസസ് അല്ലെങ്കിൽ വിച്ച് ഇസ് അവൈലബിൾ ഫോർ ദ ബക്ലിംഗ് പ്രോസസ്. അതാണ് ഒരു എക്സ്പ്ലനേഷൻ. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ഇതെടുക്കാം നമുക്ക്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ഈക്വലന്റ് കോളം വിത്ത് ബോത്ത് ദ എൻഡ്സ് ഹിഞ്ച്ഡ് എന്നും പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു കണ്ടീഷൻ പ്രകാരം ഈ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇവിടുത്തെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അതേസമയത്ത് ഇവിടെ L/2 മാത്രമാണ് ഇഫക്റ്റീവ് ലെങ്ത് ഉള്ളൂ.
ഈ കേസിൽ L/2 മാത്രമാണ് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ ദാറ്റ് വിൽ ബി L/√2 ആണ്. ഈ രീതിയിലേക്ക് മാറും. ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് ഇഞ്ചിന് മറ്റേ ഇഞ്ച് ഫിക്സ്ഡ് ആണെങ്കിൽ. ഇനി വേറെ ടൈപ്പ് ഓഫ് സപ്പോർട്ട് ഉണ്ട്. ഒരെൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. ഈ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോളം? നമ്മൾ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇല്ലേ, ഇലക്ട്രിക് പോസ്റ്റൊക്കെ ശരിക്കും നിൽക്കുന്നത് ഇങ്ങനെയല്ലേ, താഴെ ഫിക്സ്ഡ് ആയിരിക്കും, മുകളിൽ ഫ്രീ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ ഇതിന് ഇവിടെ ഈ എൻഡ് ഫ്രീ ആണ്, അത് എങ്ങോട്ട് വേണമെങ്കിലും ബെൻഡ് ആവാം, ഇങ്ങനെ ബെൻഡ് ആവാം, ഇങ്ങോട്ട് ബെൻഡ് ആവാം അല്ലേ. അപ്പൊ അതിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു കേസിലെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 times ദ ലെങ്ത് ആണ്. അത്രയും മൾട്ടിപ്ലൈറ്റ് എഫക്റ്റ് ഉണ്ട് അതിന്. അതുകൊണ്ട് സോ ഇഫക്റ്റീവ് ലെങ്ത് ക്യാപിറ്റൽ LE എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2L ഇൻ ദിസ് കേസ്, ഈസ് ഈക്വൽ ടു L/√2 in this type of supports, is equal to L itself when both the ends are hinged, is equal to L/2 when both the ends are fixed. ഇതാണ് നമ്മളുടെ ഡെഫിനിഷൻ. അപ്പോൾ ഈക്വൽ ലെങ്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈക്വൽ ലെങ്ത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ഇൻ ഈക്വലന്റ് കോളം വിത്ത് ബോത്ത് ദ എൻഡ്സ് ഹിഞ്ച്ഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോളം വിച്ച് ഇസ് ആക്ച്വലി ഇൻവോൾവിംഗ് ഇൻ ദ ബെൻഡിങ് അല്ലെങ്കിൽ ബക്ലിംഗ് പ്രോസസ്. എന്നിട്ട് നമുക്ക് ഈ 4 എൻഡ് കണ്ടീഷനും വരച്ചിട്ട് അതിന്റെ ഈക്വലന്റ് ലെങ്ത് എഴുതണം. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇഫക്റ്റീവ് ലെങ്ത്? എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഗിവ് ദി ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് 4 കണ്ടീഷൻ പറയും. ബോത്ത് ദ എൻഡ്സ് ഹിഞ്ച്ഡ്, ബോത്ത് ദ എൻഡ്സ് ഫിക്സ്ഡ്, വൺ ഈസ് എൻഡ് ഫിക്സ് എന്നുള്ള രീതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറെന്റ് ഇഫക്റ്റീവ് എൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് കണ്ടീഷൻസ് ഫോർ എ കോളം. അപ്പോൾ ഇത്ര എഴുതണം. ക്ലിയർ അല്ലേ? നമുക്ക് ആ ടേബിളർ ഫോമും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് ആൻഡ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളംസ് എന്നായിരിക്കും ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ ഇഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഈക്വലന്റ് ലെങ്ത് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഈക്വലന്റ് ലെങ്ത്സ് ഓഫ് എ കോളം എന്ന രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഈക്വലന്റ് ലെങ്ത് ഓഫ് കോളം. അത് ചിലപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആവാം. അപ്പം നിങ്ങളുടെ സ്കീം പ്രകാരം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവാം. ഇപ്പം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈക്വലന്റ് ലെങ്ത് എന്താണെന്നുള്ളത് എഴുതിയാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ഈക്വലന്റ് കോളം വിത്ത് ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോളം വിച്ച് ഈസ് ബീൻ ഇൻവോൾവ് ഇൻ ദ ബക്ലിംഗ് പ്രോസസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ 2 എക്സ്പ്ലനേഷൻ എഴുതിയാൽ അതിന്റെ 3 മാർക്കായി. പിന്നെ 7 മാർക്കിന്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കൂടി എഴുതണം. എൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവിടെയൊക്കെ എഫക്റ്റീവ് ലെങ്ത് എന്താണ് എന്നുള്ളത് കൂടി എഴുതണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ എൻഡ് കണ്ടീഷന് വേണ്ടി ഏകദേശം ഇതുപോലത്തെ ഒരു കോളം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ എത്ര ഡീറ്റെയിൽസും നമുക്ക് വേണ്ട, നമുക്ക് ഈ 2 ഡീറ്റെയിൽസും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ ഒരു കോളം വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് ഈ 2 കോളം ഇല്ലാതെ ബാക്കി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇഫക്റ്റീവ് ലെങ്ത് എത്രയാണെന്നും എൻഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ എൻഡ് കണ്ടീഷൻ ഈ രീതിയിലേക്ക് മാറ്റം വരുത്തുകയാണെങ്കിൽ ആ കോളം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ടേബിൾ ഓഫ് ഫോം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ 7 മാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാം. അപ്പോൾ ആദ്യം എന്താണ് എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഈക്വലന്റ് ലെങ്ത് എന്താണ് ഡെഫിനിഷൻ കൊടുക്കുക, അതിനുശേഷം ഈ 4 കണ്ടീഷൻസ് വരച്ച് കാണിക്കുക. അപ്പോൾ ആദ്യം തന്നെ എൻഡ് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, 2 എൻഡ് ഹിഞ്ച് ആയിരിക്കും. എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു L itself, തന്ന ലെങ്ത് തന്നെ ആയിരിക്കും. ഇനി ബോത്ത് ആൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ L is equal to effective length അല്ലെങ്കിൽ equivalent length is equal to L/2. One end is hinged and other end is fixed. Effective length is equal to L/√2. And one end is fixed, other end is free. L is equal to 2L. അപ്പോൾ ഇതാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂളേഴ്സ് ഫോർമുല ഫോർ ലോങ് കോളം. അതൊരു ഫോർമുലയാണ്. ദ ക്രിപ്ലിംഗ് ലോഡ് PCR equal to pi square EI by L square, LE square. ഇതാണ് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് എന്ന ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. കാരണം ഇതിന്റെ ബേസിലാണ് ബാക്കി നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഫോർമുലൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഈ ഫോർമുല മാത്രം.
the crippling load P is equal to pi square EI by L E square, L effective square, where L effective, L is the effective length അല്ലെങ്കിൽ equivalent length, I moment of inertia അറിയാലോ, E യങ്സ് മോഡുലസ്. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ കോളത്തിലെ ഈ ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡിൽ ഡിഫൈൻ ചെയ്യുന്നതിൽ ആകെ 2 ഫാക്ടർ മാത്രമാണ്. ഒന്ന് ജോമെട്രിക് ഫാക്ടറും ഐയും പിന്നെ ഒരു ലെങ്ത്തും. ഇത് മാത്രമേ ഇതിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, സോ ദിസ് ഇസ് ദ യൂളേഴ്സ് ഫോർമുല ഫോർ ലോങ് കോളം. അപ്പൊ ഈ ഫോർമുല പുള്ളി ഡെവലപ്പ് ചെയ്ത സമയത്ത് കുറച്ച് അസംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അസംഷൻസ് നമുക്ക് ബൈഹാർട്ട് ചെയ്യണം. അസംഷൻസ് എന്ന് പറയുന്നത് 7 അസംഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ മാർക്കിനനുസരിച്ച് 5 മാർക്കാണെങ്കിൽ 5 എണ്ണം, 7 മാർക്കാണ് 7 എണ്ണം നിങ്ങൾ എഴുതുക. ഇത് ബൈഹാർട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. ഇതിൽ പകുതിയോളം പോയിന്റുകൾ നമ്മൾ എപ്പോഴും പറയുന്ന സാധനം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, കോളം മെറ്റീരിയൽ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഹോമോജനസ്, ഐസോട്രോപിക് ആൻഡ് ഒബേസ് ഹൂക്സ് ലോ. നമ്മളിപ്പോൾ പറയുന്നതല്ലേ. അങ്ങനെ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ദ കോളം ഈസ് ഇനീഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിലി. ആക്സിൽ ലോഡ് മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. എക്സെൻട്രിക് ലോഡ് പുള്ളി കൺസിഡർ ചെയ്തിട്ടില്ല, ആക്സിലി ലോഡ് മാത്രം. പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിലി. വളഞ്ഞു നിൽക്കാൻ പാടില്ല കോളം, പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് വെർട്ടിക്കലി നിൽക്കണം. രണ്ടാമത്തത്, ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. ത്രൂ ഔട്ട് ലെങ്ത്തിൽ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, കോളം മെറ്റീരിയൽ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, നമ്മൾ നേരത്തെ കണ്ടു. നാലാമത്തത്, ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ ലേറ്ററൽ ഡയമെൻഷൻ. ഇത് നമ്മൾ ബീമിന്റെ കേസിൽ പറയുന്ന കേസുകളാണ് അല്ലേ. അടുത്ത പോയിന്റ്, ഡയറക്ട് സ്ട്രെസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ബെൻഡിങ് സ്ട്രെസ്. അത് ബക്ലിംഗ് സ്ട്രെസ്സിനെ അപേക്ഷിച്ച് ഡയറക്ട് സ്ട്രെസ് വളരെ കുറവാണ്. അപ്പോൾ ബക്കിൾ ചെയ്തിട്ടാണ് ഫെയിൽ ആവുന്നതെന്ന് അർത്ഥം. ദ കോളം വിൽ ഫെയിൽ ബൈ ബക്ലിംഗ് അലോൺ, അത് പറഞ്ഞു. സെൽഫ് വെയ്റ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ. ഇതൊക്കെയാണ് ഇതിന്റെ അസംഷൻസ്. അപ്പൊ ഈ അസംഷൻസ് ഇതൊക്കെ ഉണ്ട്. അതുകൂടെ തന്നെ അതിലൊപ്പം തന്നെ ഈ യൂളേഴ്സ് ലോ അല്ലെങ്കിൽ ഓയിലേഴ്സ്, എങ്ങനെ വേണേൽ വായിക്കാം നിങ്ങൾക്ക്, യൂളേഴ്സ് അല്ലെങ്കിൽ ഓയിലേഴ്സ് എന്ന് വായിക്കാം. അതിൽ ഉള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ഷോർട്ട് ആൻഡ് ഇന്റർമീഡിയറ്റ് കോളംസ്. നേരത്തെ പറഞ്ഞു ലോങ് കോളത്തിന് മാത്രമേ ഇത് ബാധകമുള്ളൂ. എക്സെൻട്രിക് ലോഡിംഗ് ഉണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. അതും പുള്ളി അസംഷനിൽ പറയുന്നുണ്ടല്ലേ, എക്സെൻട്രിക് പാടില്ല. മൂന്നാമത്തെ അപ്ലിക്കേഷൻ, ഇവിടെ ലോങ് കോളം എന്ന് തെറ്റിയതാണ്, അത് ശരിക്കും ഷോർട്ട് കോളമാണ്. കറക്ഷൻ വരുത്തണം നിങ്ങൾ പഠിക്കുമ്പോൾ. ഫോർ ഷോർട്ട് കോളം വിത്ത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ, ഈ ടോട്ടൽ സ്ട്രെസ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഫെയിലർ ആവുന്നത് ബക്ലിംഗ് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് ഷോർട്ട് കോളത്തിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്രഷിംഗ് സ്ട്രെസ് ബക്ലിംഗ് സ്ട്രെസ്സിനേക്കാൾ കുറവാകുന്ന രീതിയിൽ ഒരു ഉത്തരം കിട്ടും. അത് കോളത്തിന്റെ കോൺസെപ്റ്റിനെ തെറ്റാണ്. കാരണം കോളത്തിൽ എപ്പോഴും പറയുന്നത് ക്രഷിംഗ് സ്ട്രെസ് ഒരിക്കലും ബക്ലിങ്ങിനേക്കാൾ കുറവാവില്ല എന്നാണ്. കോളം ഫെയിൽ ആവുന്നത് ബക്ലിംഗ് കൊണ്ട് മാത്രം എന്നാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. പക്ഷേ ഇയാളുടെ ഇക്വേഷൻ വെച്ചിട്ട് ഷോർട്ട് കോളത്തിൽ, ലോങ് കോളത്തിലല്ല, ഷോർട്ട് കോളത്തിൽ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ബക്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലും, മീൻസ് ബക്ലിംഗ് സ്ട്രെങ്ത് കൂടുതലും ക്രിപ്ലിംഗ് സ്ട്രെസ് കുറവെന്നുള്ള രീതി കിട്ടും. അപ്പം അതിന്റെ അർത്ഥം അത് ഫെയിലർ ആവുന്നത് ക്രിപ്ലിംഗ് കൊണ്ടാന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തും. അത് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇത് 3 ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താ, ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ദ ഷോർട്ട് കോളംസ്. രണ്ടാമത്തത്, എക്സെൻട്രിക് ലോഡിംഗ് ഇല്ല എന്നാണ്. മൂന്നാമത്തെ കണ്ടീഷൻ, ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് കോളംസ് we will getting a value of crushing stress less than crippling strength. അതാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 ലിമിറ്റേഷൻസും നേരത്തെ പറഞ്ഞ അസംഷൻസും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു ടേം പഠിക്കാനുള്ള സ്ലെൻഡർനെസ് റേഷ്യോ എന്താണെന്നാണ്. അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ദ equivalent length to the least radius of gyration. Ratio of the equivalent length to the least radius of gyration. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. K equal to root of I by A. I is the moment of inertia. A is the area of cross section. I is the moment of inertia and A is the area of cross section. ഇത്രയും എഴുതി വെക്കാം. പിന്നെ നമുക്കിനി നോക്കാനുള്ളത് ഈ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് ഇൻ ടേംസ് ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്രമല്ല ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, യൂളേഴ്സ് ലോയുടെ ആ ഒരു ലിമിറ്റേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്.
അത് മെയിൻ ലിമിറ്റേഷൻ അതാണ്. അത് നമുക്ക് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്രഷിംഗ് സ്ട്രെസ്സിനേക്കാൾ കൂടുതലായിട്ട് ബക്ലിംഗ് സ്ട്രെസ് കിട്ടുന്ന ഒരു കണ്ടീഷൻ വരുന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ക്രിപ്പിളിംഗ് ലോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ആണ്. ആൻഡ് ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ ആണെന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. പൈ സ്ക്വയർ ഇ ഇൻറ്റു എ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ഇ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ എ ഡിവൈഡഡ് ബൈ എൽ ഇ ബൈ കെ ദ സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഈ കെ താഴോട്ട് കൊണ്ടുവന്നിട്ട് സ്ക്വയറിനുള്ളിലാക്കി. അപ്പൊ എൽ ഇ ബൈ കെ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോന്റെ ഒരു ഇക്വേഷനിലേക്ക് ക്രിപ്പിളിംഗ് ലോഡ് നമ്മൾ കൊണ്ടുവന്നു. ദിസ് ഈസ് ദ ക്രിപ്പിളിംഗ് ലോഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിപ്പിളിംഗ് സ്ട്രെസ് എന്തായിരിക്കും? ദിസ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ എ ഉണ്ട്, എ ഡിവൈഡ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ ബൈ കെ സ്ക്വയർ എന്ന് മാത്രം കിട്ടും. സോ ദിസ് ഈസ് ദ ക്രിപ്ലിംഗ് സ്ട്രെസ്. അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ക്രിപ്ലിംഗ് സ്ട്രെസ് ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ക്രിപ്ലിംഗ് റെസിസ്റ്റൻസ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ വളരെ കുറവാണെങ്കിൽ ക്രിപ്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. ഇനി സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലോജിക്കലി എന്താണ്? സ്ലെൻഡർ ആണെന്ന് പറഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ വളരെ മെലിഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ മെലിഞ്ഞ സാധനം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ, അതിനാണ് സ്ലെൻഡർ എന്ന് പറയാം. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഉയരം കുറഞ്ഞ തടിച്ചൊരു സാധനത്തിന് സ്ലെൻഡർനെസ് റേഷ്യോ വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഷോർട്ട് കോളത്തിനൊക്കെ സ്ലെൻഡർനെസ് റേഷ്യോ വളരെ കുറവായിരിക്കില്ലേ? അപ്പൊ ഷോർട്ട് കോളത്തിൽ ഈ സിഗ്മ സി ആർ എന്നുള്ള വാല്യൂ വളരെ വലുതായിട്ട് കിട്ടും. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇഷ്യൂയിലേക്ക് പോകുന്നത്. ക്രിപ്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലായിട്ട് കിട്ടും, പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ ഇക്വേഷന്റെ ഒരു ഇഷ്യൂ. അപ്പൊ നമുക്ക് അടുത്ത ലൈൻ എഴുതാം. ഫോർ ഷോർട്ട് കോളംസ് the slenderness ratio will be very low. For short columns the slenderness ratio will be very low, resulting in a high value for sigma cr. And that is the defect of this Euler's rule അല്ലെ Euler's theorem. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ടെക്സ്റ്റിലെ പോർഷൻ കാണിച്ചു തരാം. അതാണ് എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് ഫോർ കോളംസ് വിത്ത് ലെസർ സ്ലെൻഡർനെസ് റേഷ്യോ, Euler's formula gives a value of crippling stress greater than the crushing stress. അത് നമ്മളെ റൂളിന് എഗൻസ്റ്റ് ആണ്. ഇനി നമുക്കൊരു വേണൊരു എക്സാമ്പിൾ ഇതിൽ പറയാം. ഇത് പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ ക്വസ്റ്റിന്റെ മാർക്കിനനുസരിച്ചാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ എക്സാമ്പിളൊക്കെ നിങ്ങൾ കാണിക്കണം എന്നിട്ട് എഴുതാം താഴെ. ഈ എക്സാമ്പിൾ അതേപോലെ നമുക്ക് എഴുതി വെക്കാം. For example, for a mild steel column with both the ends hinged, crushing stress is 330 Newton per mm square. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സ്റ്റീലിന്റെ ക്രഷിംഗ് സ്ട്രെസ് 330 Newton per mm square ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. എടുക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഈ ക്രിപ്ലിംഗ് സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും ഈക്വൽ ആണെന്നുള്ള രീതിയിലൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് വാട്ട് വിൽ ബി ദ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ക്രിപ്ലിംഗ് സ്ട്രെസ് ഈക്വൽ ടു ക്രഷിംഗ് സ്ട്രെസ് എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദിസ് സ്ലെൻഡർനെസ് റേഷ്യോ ഈക്വൽ ടു 80. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ 80ൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആസ് പെർ ദിസ് ഇക്വേഷൻ സ്ലെൻഡർനെസ് റേഷ്യോ 80ലും കുറവാണെങ്കിൽ ആസ് പെർ ദിസ് ഇക്വേഷൻ ക്രിപ്ലിംഗ് സ്ട്രെസ് വല്ലാണ്ട് കൂടും. ഇനി ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, prove that Euler's formula is not valid for steel columns if the slenderness ratio is less than 80 എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. സ്ലെൻഡർനെസ് റേഷ്യോ 80ൽ കുറവാണെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ കോളത്തിൽ യൂലേഴ്സ് ഫോർമുല വാലിഡ് അല്ല എന്നുള്ള പ്രൂവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും?
ആ പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതിനെ ഓടിച്ച് നോക്കാം. ഇത് നിങ്ങൾ ബൈ ഹെഡ് ഇത് പഠിക്കാം. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ എഴുതാം. പി സി ഈക്വൽ ടു പി സി ആർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ അല്ല പി സി ആർ അല്ല സിഗ്മ സി ആർ ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ ദിസ് സ്ലെൻഡർനെസ് റേഷ്യോന്റെ സ്ക്വയർ. നമ്മൾ എന്തൊരു സെന്റൻസ് എഴുതാം. ഫോർ കോളംസ് വിത്ത് ലോ സ്ലെൻഡർനെസ് റേഷ്യോ CR will be very high. So we may be getting crippling stress greater than the crushing stress. In limiting case we can take crippling stress is equal to crushing stress. In limiting case we can take crippling stress is equal to crushing stress. For a mild steel അടുത്ത ലൈൻ എഴുതാം. For a mild steel crushing stress is equal to 330 Newton per mm square and E equal to this one. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്ത് L by K എന്നുള്ള വാല്യൂ കിട്ടും. L by K നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ L by K will be this much 80. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ക്രിപ്ലിംഗ് സ്ട്രെസ് ഈ ഇക്വേഷൻ പ്രകാരം ഡിറൈവ് ചെയ്യുമ്പോൾ ക്രിപ്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലെന്നല്ലേ കിട്ടുന്നത്. നമ്മൾ എന്ത് വെച്ചാൽ കൂടുതലാക്കുന്നതിന് പകരം ഒരിക്കലും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് വാല്യൂ ക്രഷിംഗ് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലും പാടില്ല ഒരിക്കലും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പൊ മാക്സിമം ഈ ക്രിപ്ലിംഗ് സ്ട്രെസ് എത്താൻ പറ്റാവുന്നത് മാക്സിമം ക്രഷിംഗ് സ്ട്രെസ്സിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഇതാണ് ലോജിക് ഉള്ളൂ. അപ്പൊ ഈ ലോജിക്ക് വരെ എത്തണമെങ്കിൽ എത്ര L by K വേണം? അതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ L by K 80 എന്ന വാല്യൂ എത്തുന്നത് വരെ ഈ പറഞ്ഞ ലോജിക് സാധ്യതയുണ്ട്. അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിക്ക് തെറ്റിപ്പോകും. ക്രഷിംഗ് സ്ട്രെസ് വളരെ കൂടുതൽ കിട്ടും. ഒരിക്കലും അങ്ങനെ പാടില്ല. അപ്പൊ നമുക്കിവിടെ ലിമിറ്റ് ചെയ്യാൻ പറ്റാവുന്ന എന്താണ്? L by K 80 ആണ്. അതാണ് ചോദിച്ചത്. സോ L by K is equal to 80. We may get a crippling stress equal to crushing stress. അപ്പോൾ 80 കുറവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ലോജിക്. ഹെൻസ് ദ റിസൾട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഇത് 10 മാർക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ചോദിച്ചതാണ് ഒരിക്കൽ. ഓക്കെ.